നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഒരു മാസം കൂടിയാണ് വേൾഡ് കപ്പിനുള്ളത്. വേൾഡ് കപ്പ് കളിക്കാനുള്ള 48 രാജ്യങ്ങളും അവരുടെ പ്രിലിമിനറി സ്ക്വാഡ് ലിസ്റ്റ് 55 പേരടങ്ങുന്ന പ്രിലിമിനറി സ്ക്വാഡ് ലിസ്റ്റ് ഇന്നലത്തോടുകൂടി ഫിഫയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ സ്ക്വാഡ് അത് 23 പേരാകാം, അല്ലെങ്കിൽ 26 പേരാകാം. 23 to 26 അത് ടീമുകളുടെ ഇഷ്ടമാണ്. മിനിമം 23, മാക്സിമം 26 ആ രൂപത്തിൽ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കാം. അതിന് ഫിഫ കൊടുത്തിട്ടുള്ള ഫൈനൽ ഡേറ്റ് ജൂൺ 1. അപ്പോൾ ഓരോ ടീമുകളും അവരവരുടെ ഇഷ്ടത്തിന് എന്ന് പ്രഖ്യാപിക്കാം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമുഖ ടീമുകൾ എന്നൊക്കെയാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ നോക്കുകയാണ്. ബ്രസീൽ അവരുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് മെയ് 18 എന്ന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയ് 18 ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. അതേസമയം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച ഫ്രാൻസ് കുറച്ചുകൂടി നേരത്തെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മെയ് 14. പോർച്ചുഗൽ അവരുടെ സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ പോർച്ചുഗൽ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് മെയ് 19. അതേസമയം 4 തവണ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനി അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് മെയ് 21 എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അന്ന് തന്നെയാണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ കുറേ കാലത്തിന് ശേഷം വേൾഡ് കപ്പിന് വരികയാണ്, അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ സ്പെയിന്, നെതർലൻഡ്സ് ഇങ്ങനെയുള്ള ടീമുകൾ അവരുടെ 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഈ മാസം 25 മെയ് 25 എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മെക്സിക്കോ, ഓസ്ട്രേലിയ ഈ ടീമുകൾ ജൂൺ 1 സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർജൻറ്റീന ഇതുവരെ എന്നാണ് ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും 55 അംഗ പ്രാഥമിക ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഓൾറെഡി സ്ക്വാഡ് പ്രഖ്യാപിച്ച ഒരു ടീമുണ്ട്, അത് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയാണ്. അവർ ഇന്നലെ തന്നെ 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറയാം ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ദിവസം പ്രഖ്യാപിക്കുമെന്ന്. ഓസ്ട്രേലിയ ജൂൺ 1 പ്രഖ്യാപിക്കുന്നു. ഓസ്ട്രിയ മെയ് 18 പ്രഖ്യാപിക്കുന്നു. ഇത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ പറയുകയാണെന്നുള്ളൂ. ബെൽജിയം മെയ് 15 പ്രഖ്യാപിക്കും. ബ്രസീൽ മെയ് 18 സ്ക്വാഡ് പ്രഖ്യാപിക്കും. കൊളംബിയ മെയ് 29 പ്രഖ്യാപിക്കുമ്പോൾ ക്രൊയേഷ്യ ജൂൺ 1 പ്രഖ്യാപിക്കുന്നത്. DR കോങ്കോ മെയ് 11 ഫ്രാൻസ് മെയ് 14 പ്രഖ്യാപിക്കുന്നു. ജർമ്മനി മെയ് 21 പ്രഖ്യാപിക്കുക. ഐവറി കോസ്റ്റ് മെയ് 15. ജപ്പാൻ്റെ സ്ക്വാഡ് പ്രഖ്യാപനം മെയ് 15. മെക്സിക്കോയുടെ സ്ക്വാഡ് പ്രഖ്യാപനം ജൂൺ 1 മൊറോക്കോയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് മെയ് 21 നെതർലൻഡ്സിൻ്റെ പ്രഖ്യാപനം മെയ് 25. ന്യൂസിലാൻഡിൻ്റെ സ്ക്വാഡ് മെയ് 14 പ്രഖ്യാപിക്കും. നോർവേയുടെ സ്ക്വാഡ് മെയ് 21 പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് മെയ് 19 സൗത്ത് കൊറിയയുടെ സ്ക്വാഡ് മെയ് 16 പ്രഖ്യാപിക്കുക. സ്പെയിനിൻ്റെ സ്ക്വാഡ് മെയ് 25 പ്രഖ്യാപിക്കുമ്പോൾ സ്വീഡൻ്റെ സ്ക്വാഡ് മെയ് 12 ടുണീഷ്യയുടെ സ്ക്വാഡ് മെയ് 15 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരാണ് ഹോസ്റ്റുമാർ, അവരുടെ സ്ക്വാഡ് മെയ് 26 പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ബാക്കി ടീമുകൾ ഏതൊക്കെ ദിവസം പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് വരുന്ന മുറക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഏതായാലും വേൾഡ് കപ്പിന് ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ ലോകം പതിയെ വേൾഡ് കപ്പ് ആവേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.